എങ്കിൽ എന്നോട് പറയ് ഐ ലവ് യു എന്ന് അനീഷ് പ്രേമാഭ്യർത്ഥന നടത്തി അനുമോളോട്. എന്റെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായം. എന്നാ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് അനുമോളോട് ചോദിച്ചു. അനുമോൾ ആകെ നാണം കൊണ്ട് പരവശയായി. പതിവ് പോലെ പ്രാരബ്ധക്കെട്ടുകൾ അയച്ചിട്ടു, എനിക്കത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, ഗുരുവായൂർ വെച്ച് താലി കെട്ടണം, അങ്ങനെ ചെയ്യാനുണ്ട്, ഫാമിലി സപ്പോർട്ട് ചെയ്യണം. അനീഷ് അവിടെ നിന്ന് ഇത്രയും കേട്ടപ്പോൾക്കും പുള്ളിക്കാരൻ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയി. പക്ഷെ ആളുടെ അഭ്യർത്ഥന നടത്തുമ്പോൾ അത് പോസിറ്റീവായിട്ട് റിപ്ലൈ കിട്ടണം എന്ന് പറയുന്നത് ആളുടെ വാശിയല്ലേ? അങ്ങനെയൊന്നുമില്ലല്ലോ അല്ലെ? അത് നെഗറ്റീവായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം ആ ഒരു റിലേഷനിൽ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അനുമോൾക്ക് ആകെ അങ്ങ് പരവേശം ആദിലിനെ വിളിച്ചു. എന്നിട്ട് ഇപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ആദിലിനെ വിളിച്ചു. നീ ആരോടും പറയരുത്, നൂറോട് പോലും പറയരുത്. ആക്ച്വലി അനുമോൾക്ക് ഇതിന്റെ പേരും പറഞ്ഞാൽ അതിലൂടെ നൂറോടൊക്കെ ഒന്ന് മിണ്ടണം. അതുകൊണ്ട് പുള്ളിക്കാരി തണുത്തു. അതൊക്കെ ഫുൾ ഡ്രാമ എന്ന് കണ്ടാലറിയാം. നൂറോട് പറയരുത് എന്ന് പറഞ്ഞ ആള് ഉടനെ വിളിക്കാണ് പറയാനായിട്ട്. അപ്പൊ നൂറ് ചോദിക്കും എന്തിനാ വിളിക്കണേ, എന്തിനാ, എന്താ കാര്യം എന്നൊക്കെ നൂറ ചോദിക്കണ്ട. അഗ്രസീവായിട്ട് നൂറ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നൂറ ചെന്നപ്പോഴും പറയാണ് അനീഷ് എന്നോട് പ്രേമാഭ്യർത്ഥന നടത്തുന്നു. ഈ പറയാൻ നാട്ടുകാരുടെ മൊത്തം പറഞ്ഞിട്ട് ഓരോരുത്തരോട് പറയണം ആരോടും പറയരുത്. ഫുൾ ഡ്രാമ തന്നെ കേട്ടോ. ഇതൊരു വല്ലാത്തൊരു സീനായിരുന്നു കേട്ടോ. മാറിക്കിടക്കട്ടെ ഇത് പറഞ്ഞിട്ട് നെവിനി 3 പെൺപിള്ളേര് തറയെ കിടക്കേണ്ട ഇടയിൽ കയറി കിടക്കാട്ടോ. വല്ലാത്തൊരു സാധനം തന്നെ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. അതൊരു ഫണ്ണി എലമെന്റ് ആയിട്ട് തോന്നിയൊരു കാര്യം.